ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 9ാമത്തെ ചാപ്റ്റർ ആയ ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് ജനാധിപത്യം എന്നുള്ളതും അതുപോലെ എന്താണ് ആധുനിക ജനാധിപത്യത്തെ കുറിച്ചും പിന്നെന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങള്, പിന്നെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന്റെ സവിശേഷതകള്, പിന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു കോൺവെർസേഷൻ ആണല്ലേ. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന സംഭാഷണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്ന് കാണാം. പിന്നെ അതുപോലെ എന്താണ് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും എന്നാണ് ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു സാധാരണ സങ്കല്പം ട്ടോ. തിരഞ്ഞെടുപ്പും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും. എന്നാൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ ഈ വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് പറയാം. കാരണം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപതികളും ചരിത്രത്തിലുണ്ട്. എന്താണ് ജനാധിപത്യം എന്നാണ് കേട്ടോ. ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. അപ്പൊ ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം എന്താ ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ എന്താണ് തുടങ്ങിയവയുടെ ഈ ആശയങ്ങളൊക്കെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിലുള്ളത്. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ടെന്നർത്ഥം. ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. അപ്പൊ ആധുനിക ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഭരണഘടനാ വ്യവസ്ഥ എന്നാണ് കേട്ടോ. കാരണം എന്താണ്? ഭരണഘടനയാണ് ഈ ഒരു എന്തൊക്കെ പരിധികളാണെന്ന് കൽപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റിന് ചില പരിധികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പരിധികൾ കൽപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഭരണഘടനയാണ്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് വിളിക്കാം. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്നു കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യത്തിന്റെ വികാസ പരിണാമങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജന്മദേശം. ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലായിരുന്നു. ഏതൻസ് ആണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ഡെമോസും ക്രാറ്റോസും. ഡെമോസിന്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ എന്നും ക്രാറ്റോസിന്റെ അർത്ഥം അധികാരം എന്നുമാണ് കേട്ടോ. അപ്പൊ ജനങ്ങളുടെ അധികാരം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് ഈ രണ്ട് വേർഡിൽ നിന്നുമാണ്. ഓക്കെ, ഇത് ഗ്രീക്ക് വേർഡാണ് കേട്ടോ. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിലുണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് ഡെമോക്രസി. അപ്പൊ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്? എന്താ പറയുന്നത്? ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിമിതി. അപ്പൊ ഏതൻസിലാണ്, നമ്മൾ പറഞ്ഞു ഗ്രീക്കിലെ ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. അവിടെ എങ്ങനെയുള്ള ജനാധിപത്യമായിരുന്നു? പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു. പ്രത്യക്ഷ ജനാധിപത്യം എന്ന ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ അവിടുത്തെ പോരായ്മ എന്തായിരുന്നു? അവിടുത്തെ അടിമകൾക്കും സ്ത്രീകൾക്കും ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സംവിധാനത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അതായത് വോട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു.
ഇനി പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്ത്. പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്ത് ഒരിടത്ത്, അതായത് ഒരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അതിന്റെ ചില ഉപാധികൾ പല ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇപ്പോ എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് ഇപ്പോഴും അതിന്റെ പല കാര്യങ്ങളും എന്താണ് ഇപ്പോഴും പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ജനഹിത പരിശോധന, റഫറൻഡം എന്ന് പറയും. എന്താ ജനഹിത പരിശോധന? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. എന്താണ് നിയമനിർമ്മാണ സഭ പിന്നെ പാസാക്കുന്ന നിയമങ്ങള് ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ജനഹിത പരിശോധന. അടുത്തത് തിരിച്ചു വിളിക്കലാണ്, റീകോൾ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാക്കുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ തിരിച്ചു വിളിക്കല്. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിത ശതമാനം ആളുകൾ വോട്ടെടുപ്പിലൂടെ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഈ റീകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംവിധാനം നടപ്പിലാകുന്നത് കേട്ടോ. എന്താണ്? ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ. അടുത്തത് അഭിക്രമം. എന്താ അഭിക്രമം? വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള ഒരു മാർഗമാണ് അഭിക്രമം. ഓക്കെ, പ്ലെബിസൈറ്റ്. ഇനി മുൻകൈ എടുക്കൽ, ഇനീഷ്യേറ്റീവ്. എന്താണ്? നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള ഒരു മാർഗമാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമോ പൂർണ്ണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും ഇപ്പോഴും പല രാജ്യങ്ങളിലായിട്ട് നിലനിൽക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങളാണ്. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലാൻഡ് കേട്ടോ. അപ്പൊ സ്വിറ്റ്സർലാൻഡിൽ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിനു വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചത്. ഈ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിപ്പം എന്താ പറഞ്ഞത്? പ്രത്യക്ഷ ജനാധിപത്യം എവിടെയാണ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിൽ നിലനിൽക്കുന്നത്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഗ്രീക്കില് ഏതൻസിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രത്യക്ഷ ജനാധിപത്യമായിരുന്നു. പിന്നീട് എന്താണ് രാജ്യവിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലൂടെ പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചു കേട്ടോ. ഈ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ് കേട്ടോ. 18-19 നൂറ്റാണ്ടുകളിലാണ് യൂറോപ്പിലാണ് ഈ ഒരു പ്രാതിനിധ്യ ജനാധിപത്യം ആരംഭിച്ചത് കേട്ടോ. ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിനും കാരണമായി. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നായിക കല്ലുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 18-19 നൂറ്റാണ്ടുകളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യം ആരംഭിച്ചത്. എവിടെയാണ്? യൂറോപ്പിലാണ്. ഇതിന്റെ കാരണം എന്താണ്? ബ്രിട്ടനിലെ പാർലമെന്റിന്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. ഓക്കെ, പിന്നെന്താണ്? ഫസ്റ്റ് രാജവാഴ്ച ആയിരുന്നു. അപ്പൊ രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിലെ നായിക കല്ലുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തത് എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുകയാണ് അല്ലെ. എവിടെ? പ്രത്യക്ഷ ജനാധിപത്യത്തില് ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്.
എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിലോ, പരോക്ഷ ജനാധിപത്യ ജനങ്ങള് പ്രതിനിധികളിലൂടെ ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിലും നിയമനിർമ്മാണത്തിലൊക്കെ നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ. എന്താണ് നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു? എന്തിലെ ഭരണകാര്യങ്ങളിലും നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്തില്? ഭരണകാര്യങ്ങളിലും നിയമനിർമ്മാണത്തിലും. എന്നാൽ എന്താണ് പരോക്ഷ ജനാധിപത്യത്തിൽ എന്താണ്? ഭരിക്കുന്നതിനായി ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങള് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഭരിക്കുന്നതിനായിട്ട് കേട്ടോ. ഇനി പൗരന്മാർ തന്നെ, ഇവിടെ ഒന്നും കൂടെ പറയാം, പൗരന്മാർ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുകയും നേതാക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നിയമനിർമ്മാണത്തിന് പങ്കാളികളാവുന്നത് അല്ലെ. ഇനി പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ രണ്ട് മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്: പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് പാർലമെന്റ്? ഈ ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ രണ്ട് മാതൃകകളാണ്. ഒന്നെന്താണ്? പാർലമെന്റ് വ്യവസ്ഥയും. ഈ കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ, ഈ ഒരു തരംതിരിവ്. അപ്പൊ ഇവയുടെ സവിശേഷതകളാണ് ഓരോന്ന് നോക്കുക. പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിയമനിർമ്മാണ സഭ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. നമ്മൾ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നില്ല, രാഷ്ട്രത്തലവൻ ആരാണ്? ഇവിടെ പ്രസിഡന്റ് ആണ്. അപ്പൊ രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അധികാരങ്ങൾ കുറവായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ. ഇനി നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ പാർലമെന്ററി വ്യവസ്ഥ ആണ് നിലനിൽക്കുന്നത്. ഇനി പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും വേറെ വേറെ ആണ് ഭരണം നടത്തുന്നത്. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. രാഷ്ട്രത്തിന്റെ തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, ഇത്രയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. പാർലമെന്ററി സംവിധാനത്തിൽ മന്ത്രിസഭയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളത്. അടുത്തത്, ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഒന്നാമത്തത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബർട്ടി കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. ജനാധിപത്യം എന്താണ്? ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായിട്ട് നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് സ്വാതന്ത്ര്യമാണ് കേട്ടോ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ്. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്തൊരവസ്ഥ ആണ് കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, ഇത് ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്താണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇവിടെ വോൾട്ടറിന് ഒരു കോട്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനെ ഞാൻ മരണം വരെ പോരാടും. വോൾട്ടയർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. മനുഷ്യർ വിവിധ രീതികൾ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്.
ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെയാണ് തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവെക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ജെ.എസ്. മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടി നമുക്ക് നഷ്ടമാകും. ഇതാരാ പറഞ്ഞ? ജെ.എസ്. മില്ലാണ് കേട്ടോ. ജെ.എസ്. മിൽ ഒന്നുകൂടി പറയാം. ഇദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാശയം പൂർണ്ണമായും തെറ്റല്ല എന്നാണ് കേട്ടോ. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടി നമുക്ക് നഷ്ടമാകുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാവുകയുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അപ്പൊ നിയന്ത്രണങ്ങളുടെ അഭാവത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം പൂർണ്ണമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഇനി ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ: സംഭാഷണം, ചിത്രങ്ങൾ, പിന്നെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു സിനിമയിലൂടെ, പിന്നെ ആംഗ്യങ്ങളിലൂടെ ഒക്കെ എന്താണ് ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. അടുത്ത ഹെഡിംഗ് ആണ് സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ് കേട്ടോ. എന്നാൽ എല്ലാവരുടെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. എന്താണ്? ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം ലഭിക്കുന്നു. ഇനി സമത്വത്തിന് 3 മാനങ്ങളാണ് കേട്ടോ. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. രാഷ്ട്രീയ സമത്വം ഏതൊക്കെയാണ്? വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെയാണ് രാഷ്ട്രീയ സമത്വത്തിൽ പെടുന്നത്. ഇനി സാമൂഹിക സമത്വത്തിൽ വിവേചനങ്ങളുടെ അഭാവം, അതുപോലെ തുല്യ പദവി, തുല്യ അവസരങ്ങളൊക്കെ സാമൂഹിക സമത്വത്തിൽ പെടുന്നതാണ് കേട്ടോ. സാമ്പത്തിക സമത്വം, തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനുള്ള അവകാശം, ഇതൊക്കെ സാമ്പത്തിക സമത്വത്തിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ സമത്വത്തിന് 3 മാനങ്ങളാണ്: രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. അടുത്തത് നീതി അല്ലെങ്കിൽ ജസ്റ്റിസ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹവുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. ഇനി നീതിയുടെ 3 തത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. തുല്യരോട് തുല്യ പരിഗണന അല്ലെങ്കിൽ ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു എന്നുള്ള തത്വമാണ്. അതുപോലെ വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ഇത് തുല്യരോട് തുല്യ പരിഗണന എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി ആനുപാതിക നീതിയോ? ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി എന്നാണ് കേട്ടോ. അതുപോലെ ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. ഈ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ, അതായത് അസമത്വം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയും. അപ്പൊ അവരെ ഒന്നും കൂടെ മുന്നോട്ട് കൊണ്ടുവരണം. എന്താണ്? അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഇനി തുല്യത ഉറപ്പാക്കുന്നതിനുള്ള സംവരണം പോലുള്ള മാർഗങ്ങളാണ് ഇവിടെ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടാക്കി ഇടാം, അല്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടും. ഇന്നലെ ഞാൻ എന്റെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി എന്ന് എനിക്ക് തോന്നി. 2 പാർട്ടാക്കി ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ റെക്കോർഡിംഗ് കഴിഞ്ഞതുകൊണ്ട് ആരെങ്കിലും പഠിക്കാനുള്ളവർക്കൊക്കെ ഈസി ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്ററും കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇനി 2 പാർട്ടാക്കി ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിന് ലെങ്ത് കൂടുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.